അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, മീഡിയ ഫോക്കസിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ആദർശത്തെ ആദർശം കൊണ്ട് നേരിടാൻ കഴിയാതെ ആരോപണം പറഞ്ഞ ആളായിമത്രം കാട്ടുന്ന പുരോഹിതർ വർഗത്തിൽപ്പെട്ട ഒരു മുസ്ലിയാരുടെ ഒരു സംസാരം കേട്ടു. എന്തൊക്കെയാണ് എന്ന ധാരണയിൽ ഒലിപ്പിച്ചുകൊണ്ട് സംസാരിക്കുകയാണ്. ആരെങ്കിലും പറയുന്ന ആരോപണം എടുത്ത് ആളായിമത്രം കാട്ടാൻ വരുന്നതിന് മുമ്പ് സ്വന്തം തട്ടകത്തിലെ പുരോഹിതന്മാരെ കുറിച്ചെങ്കിലും ഓർക്കണമായിരുന്നു അദ്ദേഹം. അത് അദ്ദേഹം നടത്തിയിട്ടില്ല. ഒലിപ്പീരുമായി മാഞ്ഞാളത്തിൽ കുറെ കാര്യങ്ങൾ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ സത്യമാകുമെന്നുള്ള മിഥ്യാധാരണയിലാണ് ഈ പുരോഹിതൻ പച്ച നുണ വെച്ച് കാച്ചുന്നത്. അള്ളാഹുവിനോടല്ലാതെ ജിന്നുകളോടും പ്രാർത്ഥിക്കുന്ന ഒരു വിഭാഗമുണ്ടത്രേ. ഏതാണ് ആ വിഭാഗം? അവരാണ് ജിന്നൂരികൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ആരാണ് ജിന്നൂരികൾ? അള്ളാഹുവിനോടല്ലാതെ ജിന്നുകളോടും പ്രാർത്ഥിക്കുന്ന ഒരു വിഭാഗമുണ്ടത്രേ. ആ വിഭാഗമാണ് ജിന്നൂരികൾ. ഇത് നിങ്ങളോട് ആരാ പറഞ്ഞത്? ഇത് നമ്മൾ പറയല്ല കേട്ടോ, പിന്നെ ഔദ്യോഗിക മുജാഹിദ് വിഭാഗമായ KNMന്റെ വാദമാണ്. അത് എന്തിനാണ് നിങ്ങൾ ഇവിടെ കൊണ്ടുവന്നത്? നമ്മൾ ആരെയും കാഫർ മുശ്രിക്കാക്കാനൊന്നും പോകേണ്ടതില്ല. അപ്പൊ നിങ്ങൾ ആരെയും കാഫർ മുശ്രിക്കാക്കാനൊന്നും പോകുന്നില്ല, പിന്നെ എന്തിനാ ഈ ആരോപണം ഇവിടെ കൊണ്ടുവന്നത്? ഈ ജിന്നൂരികളുടെ അതിപ്രധാന പുരോഹിതരിൽ വളരെ ഔന്നത്യത്തിൽ നിൽക്കുന്ന ആളാണ് നമ്മുടെ പ്രിയപ്പെട്ട മുജാഹിദ് ബാലുശ്ശേരി സാഹിബ്. ഈ ജിന്നൂരികൾ എന്ന് പറയുന്നത് മുജാഹിദ് ബാലുശ്ശേരി പ്രതിനിധാനം ചെയ്യുന്ന വിഭാഗമാണ്. അതായത് അള്ളാഹുവിന് പുറമെ ജിന്നുകളെ വിളിച്ച് പ്രാർത്ഥിക്കാം എന്ന് വാദിക്കുന്ന ആളുകളാണ് മുജാഹിദ് ബാലുശ്ശേരി പ്രതിനിധാനം ചെയ്യുന്ന സംഘടനയിൽപ്പെട്ട ആളുകൾ എന്നാണല്ലോ ഈ ഒലിപ്പീര് മുസ്ലിയാർ ഇവിടെ പറഞ്ഞു വെച്ചത്. ഇവരിത് എന്തിനാണ് ഇവിടെ പറഞ്ഞത്? മുജാഹിദ് ബാലുശ്ശേരി ഒന്ന് ബടക്കാക്കണം, അതിനു വേണ്ടിയാണ് ഈ ആരോപണം പറഞ്ഞത്. ഞങ്ങൾ ആരെയും മുശ്രിക്കാക്കുന്നില്ല, ഞങ്ങളെ ആരെയും കാഫറാക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ആ പറഞ്ഞത് ശരിയാകും. നമ്മൾ ആരെയും കാഫർ മുശ്രിക്കാക്കാനൊന്നും പോകേണ്ടതില്ല, ഞങ്ങൾ ആരെയും കാഫർ മുശ്രിക്കൊന്നും ആക്കാൻ പോകേണ്ടതില്ല എന്ന് പറഞ്ഞു. എവിടെയും പോകേണ്ട, നിങ്ങളെ നേതാക്കന്മാർ നേരത്തെ തന്നെ ആക്കി വെച്ചിട്ടുണ്ടല്ലോ. മുജാഹിദുകൾ കാഫറുകളാണ് എന്നാണല്ലോ നിങ്ങളുടെ നേതാക്കന്മാർ പറഞ്ഞു വെച്ചിട്ടുള്ളത്. ഉള്ളാളം കുഞ്ഞിക്കോയ എന്ന് പറയുന്ന നിങ്ങളുടെ നേതാവ് നിങ്ങളുടെ മറുവശത്തിന്റെ നേതാവായ ഷംസുലുലമയെ കാഫറാണ് എന്ന് നിങ്ങളുടെ രണ്ടുപേരുടെയും മൗലിയായ ചിറ്റടിമീത്തൽ അബൂബക്കർ മുസ്ലിം, അതായത് പുലിമൈദീന്റെ കഫം കുടിച്ച് 15ഓളം ദിവസം ബോധം പോയി, അങ്ങനെ ഒരു ഗ്ലാസ് പാലിലൂടെ ബോധം തിരിച്ചു കിട്ടിയപ്പോൾ അന്ന് മുതൽ വെച്ചടി കയറ്റമായി ഇന്ന് ലോകം തന്നെ നിയന്ത്രിക്കുന്ന അന മുദബ്ബിറുൽ-ആലം, അന കുത്തുബുൽ-ആലം, അന അല്ലാ എന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. പടച്ചോൻ പാട്ട് വരെ അദ്ദേഹത്തിന്റെ പേരിൽ അങ്ങനെയുള്ള ചിറ്റടിമീത്തൽ അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാണല്ലോ ഉള്ളാളം കുഞ്ഞിക്കോയ തങ്ങൾ പറഞ്ഞത് ഷംസുലുലമ കാഫറാണ്. അത് പിന്നീട് വിവാദമായപ്പോൾ ഉള്ളാളം കുഞ്ഞിക്കോയ തങ്ങൾ തടിയൂരാൻ നോക്കിയ സമയത്ത് നാട്ടിക മൂസ മുസ്ലിയാർ ചോദിച്ച ചോദ്യമുണ്ട്. അൻത അലൽ ഹക്ക്, ഹക്കിന്റെ മേൽ ഉറച്ചു നിൽക്കണം എന്ന് പറഞ്ഞാൽ അതിനുശേഷം വരുന്ന കഫറക്ക് എന്താണ് അർത്ഥം പൊന്നു തങ്ങളെ എന്ന്. അതോടെ നാട്ടിക മൂസ മുസ്ലിയാർ നിങ്ങളുടെ കണ്ണിലെ കരടായി മാറി. നാട്ടിക മൂസ മുസ്ലിയാർ മരണപ്പെട്ട സമയത്ത് ഉള്ളാളം കുഞ്ഞിക്കോയ തങ്ങൾ അതിന് മറുപടിയായി പറഞ്ഞത് എന്താണ്? നാട്ടികയിൽ ഒരു മൂസ എന്ന് പറയുന്ന ഒരുത്തനുണ്ടല്ലോ, അവൻ മരിച്ച സമയത്ത് അവന്റെ നാവ് ചുരുണ്ടുപോയി എന്നാണ്. മാത്രവുമല്ല, ഖുർആൻ പരിഭാഷ ഇറക്കിയതിന്റെ പേരിൽ കൂറ്റനാട് മുസ്ലിയാർക്ക് എന്ത് ഫത്വ കൊടുത്താണ് നിങ്ങൾ ആദരിച്ചത്? ഖുർആൻ പരിഭാഷ തികച്ചും അബദ്ധജടിലവും തോന്നിവാസവുമാണെന്നും അത് എഴുതിയുണ്ടാക്കിയ വകയിൽ കൂറ്റനാട് മുസ്ലിയാർ മുർത്തതും കാഫറുമായിട്ടുണ്ടെന്നും സമസ്ത ഫത്വ പുറപ്പെടുപ്പിച്ചു എന്ന് നിങ്ങളുടെ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടില്ലേ? അങ്ങനെ ഒരു ഫത്വയും ഇല്ലേ? ഇതുകൊണ്ട് തീർന്നു. മുജാഹിദുകളെയും കാഫറാക്കിയില്ലേ ചിറ്റടിമീത്തൽ അബൂബക്കർ മുസ്ലിയാർ? അത് നിങ്ങളെ മുസ്ലിയാക്കന്മാർ വലിയ പോരിശയായി തന്നെ പറഞ്ഞു വെച്ചിട്ടുമില്ലേ? അങ്ങനെ തുടങ്ങി മുശ്രിക്കാക്കലും മുർത്തതാക്കലും കാഫറാക്കലും പുറത്താക്കലും തുടങ്ങിയ സകല പരിപാടികളുമായി നിങ്ങളുടെ മുസ്ലിയാക്കന്മാർ തന്നെയാണ് രംഗത്ത് എന്നും ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് ആ പരിപാടിക്ക് ഞങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞ് തടിയൂരാൻ നോക്കേണ്ടതില്ല എന്ന് തന്നെയാണ് മുസ്ലിയാരോട് നമുക്ക് പറയാനുള്ളത്. അതിവൈകാരികതയോടെ സമർത്ഥിക്കാൻ കഴിയുന്ന മഹാനായ വിദ്വേഷിയാണ് ഇദ്ദേഹം. മുമ്പൊരിക്കൽ ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, സുന്നികളോടുള്ള വിരോധം കൊണ്ടേ മദ്രസയിൽ പോകുന്ന കുഞ്ഞുമക്കളെ കഴുത്ത് ഞെരിച്ച് കൊന്നുകളയണമെന്ന. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. ഒലിപ്പീരിന്റെ പോക്ക് കണ്ടില്ലേ? സമസ്തക്കാരായ ആളുകൾ ഈ നിങ്ങളെ പോലെയുള്ള മുസ്ലിയാക്കന്മാരെ അമിതമായി വിശ്വസിച്ച് അവരുടെ അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്തും അവരുടെ വിലപ്പെട്ട സമയമൊക്കെ നിന്നെ പോലെയുള്ള ആളുകൾക്ക് വേണ്ടി ചെലവാക്കുന്നുണ്ടല്ലോ. അങ്ങനെയുള്ള ഒരുപാട് പാവപ്പെട്ട ആളുകളുണ്ട്. നിന്നെ പോലെയുള്ള മുസ്ലിയാക്കന്മാരൊക്കെ വലിയ സംഭവമാണ് എന്ന് തെറ്റിദ്ധരിച്ച് ഇന്ത്യയൊക്കെ അടുക്കലേക്ക് മക്കളെ പറഞ്ഞയക്കുന്ന ആളുകൾ. അവരോടാണ് പറഞ്ഞത് എന്താണ്? ഇത്തരത്തിലുള്ള മുസ്ലിയാക്കന്മാരുടെ അടുത്തേക്ക് നിങ്ങളുടെ മക്കളെ പറഞ്ഞയക്കരുത്. നീ ഇവിടെ ഒരു ആരോപണം പറഞ്ഞില്ല, KNM പറയുന്നു എന്ന് പറഞ്ഞിട്ട് ആ രൂപത്തിൽ തന്നെ നമുക്ക് എടുക്കാം. ജിഷാൻ മാഹി പറഞ്ഞിട്ട് കാന്തപുരത്തെ കുറിച്ച് ആ ഒരു ആരോപണം മുന്നിൽ കണ്ടുകൊണ്ട് മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞു എന്ന രീതിയിൽ താൻ എടുത്തോളൂ. ജിഷാമായി പറഞ്ഞത് ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല, നിനക്കും നിന്റെ കൂട്ടുകാളികൾക്കും നന്നായിട്ട് അറിയാമല്ലോ. ഇനി അങ്ങനെ അറിയില്ല എന്നാണ് എങ്കിൽ കാന്തപുരത്തിന്റെ കാമലീലകൾ എന്ന് യൂട്യൂബിൽ അടിച്ചു കഴിഞ്ഞാൽ ജിഷാമാഹിയുടെ പേജിൽ നിന്ന് ആ ഓഡിയോ നിങ്ങൾക്ക് കേൾക്കാൻ വേണ്ടി പറ്റും. ഇനി ആരോപണം കൊണ്ട് വരുമ്പോൾ ഇതുപോലുള്ള കുറെ അങ്ങോട്ടേക്ക് തിരിച്ച് ഞങ്ങളും പറഞ്ഞുതരാം. അപ്പോൾ അതൊന്ന് കേൾക്കുക. എന്നിട്ട് അത്തരത്തിലുള്ള മുസ്ലിയാക്കന്മാരുടെ കാന്തപുരം അടക്കമുള്ള നിന്നെ പോലെയുള്ള മുസ്ലിയാക്കന്മാരുടെ അടുത്തേക്ക് മക്കളെ പറഞ്ഞയക്കുന്നതിനേക്കാളും നല്ലത് അവരുടെ കഴുത്ത് മുരണ്ടി കൊല്ലുന്നതാണ് നല്ലത് എന്ന് നിന്നെ പോലെയുള്ള കുബൂരി പുരോഹിതന്മാർ
മുസ്ലിയാക്കന്മാർ അന്ധമായി വിശ്വസിച്ചു പോകുന്ന പാവപ്പെട്ട പാമര ജനതയോടാണ് പറഞ്ഞത്, നിങ്ങളുടെ മക്കളെ നിങ്ങൾ ഇത്തരം മുസ്ലിയാക്കന്മാരുടെ അടുത്തേക്ക് പറഞ്ഞു വിടരുത്. അതല്ലാതെ കേരളത്തിലുള്ള സമസ്താലയത്തിൽ പോകുന്ന മക്കളെയൊക്കെ കഴുത്ത് മുരണ്ടണമെന്ന് പൊതുസമൂഹത്തോടില് മുജാഹിദുകളോട് ആഹ്വാനം ചെയ്തതല്ല. മനസ്സിലായോ മുസ്ലിയാരെ? ഇനി നമുക്ക് ജിന്നിലേക്ക് പോകും. അള്ളാഹുവിനോടല്ലാതെ ജിന്നുകളോടും പ്രാർത്ഥിക്കുന്ന ഒരു വിഭാഗമുണ്ടത്രേ. ഇനി താനിവിടെ ആരോപിക്കാൻ കൊണ്ടുവന്ന ആ വാദം തന്നെ എടുത്തുകൊണ്ട് നിന്നോട് ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ ഏതെങ്കിലും പണ്ഡിതന്മാരോ പ്രബോധകന്മാരോ അള്ളാഹുവിന് പുറമെ ജിന്നിനെയും വിളിച്ച് പ്രാർത്ഥിക്കാം, അങ്ങനെ പ്രാർത്ഥിച്ചോളൂ, പ്രാർത്ഥിക്കുന്നതിൽ യാതൊരു കുഴപ്പവുമില്ല എന്നൊക്കെ പറഞ്ഞ് ഏതെങ്കിലും ലേഖനത്തിന്റെയോ പ്രഭാഷണത്തിന്റെയോ ഭാഗങ്ങൾ കാണിച്ചുകൊണ്ട് തനിക്കതൊന്ന് തെളിയിക്കാൻ വേണ്ടി പറ്റുമോ? നമുക്കതൊന്ന് കാണണം. അതിനുവേണ്ടിയാണ് കുറെ കാലമായി നാട്ടുകാരെ ചെലവിൽ മതം പഠിച്ച് നാട്ടുകാരെ പറ്റിക്കുന്ന നിന്നെ പോലുള്ള മുസ്ലിയാക്കന്മാരുടെ വായിൽ നിന്ന് നമ്മളിത് കേൾക്കാൻ തുടങ്ങിയിട്ട് ഒരെണ്ണം പോലും ഇന്ന് ഈ നിമിഷം വരെ ആ ആരോപണം തെളിയിച്ചിട്ടില്ല. വീണ്ടും വീണ്ടും അത് തന്നെ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. അന്ധമായ മുജാഹിദ് വിദ്വേഷം, വേറൊന്നുമല്ല. മുജാഹിദുകളോടുള്ള സെൽഫികളോടുള്ള അന്ധമായ വിദ്വേഷം വെച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഇങ്ങനെ തുടുത്തുവിടുകയാണ്. KNMന്റെ വാദമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തടിയൂരാൻ വേണ്ടി താൻ ആ രൂപത്തിൽ മുൻകൂർ ജാമ്യം എടുത്ത് പറഞ്ഞു വെച്ചതാണ് എങ്കിലും താൻ ഈ ആരോപണം ഇവിടെ കൊണ്ടുവന്ന അവസ്ഥയ്ക്ക് തനിക്കും ഉത്തരവാദിത്തമുണ്ടല്ലോ തെളിയിക്കുക എന്നുള്ളത്. ഒരു ആരോപണം പറഞ്ഞാൽ അത് തെളിയിക്കുക എന്നുള്ളത് തറവാട്ടിൽ പറഞ്ഞവർക്ക് പറഞ്ഞതാണ്. അത് വഹാബ് സഖാഫിയുടെ ആ വാക്കുകൾ പൂർണ്ണമായി ഞാൻ എടുക്കുന്നില്ല. അത് നമ്മുടെ സംസ്കാരത്തിൽ പെടാത്തത് കൊണ്ട് ഞാൻ ആ രൂപത്തിൽ എടുക്കുന്നില്ല. ഈ രൂപത്തിൽ താങ്കൾ മനസ്സിലാക്കുക. ബാക്കി താങ്കൾ പൂരിപ്പിച്ചു. വഹാബിന്റെ മുഖമെന്ന് ഓർത്ത് വഹാബ് എങ്ങനെയൊക്കെ ആയിരിക്കും പറയുക എന്നുള്ളതൊന്ന് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നിനക്ക് ഭാഗം പൂരിപ്പിക്കാം. ഞാനത് പറയുന്നില്ല. ഏതായിരുന്നാലും ആ ആരോപണം താനൊന്ന് തെളിയിക്കും. മുജാഹിദിന്റെ പണ്ഡിതന്മാരോ പ്രബോധകരോ അവരുടെ പ്രഭാഷണങ്ങളിലൂടെയോ ലേഖനങ്ങളിലൂടെയോ എവിടെയെങ്കിലും ജിന്നിനെ വിളിച്ച് പ്രാർത്ഥിക്കാം, അള്ളാഹുവിന് പുറമെ ജിന്നിനെ വിളിച്ച് പ്രാർത്ഥിക്കാം എന്ന് എഴുതി വെച്ചതൊന്ന് കാണിക്കുക. ഇല്ലെങ്കിൽ ജിന്നിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒന്ന് കാണിക്കും. പിന്നെ ആരോപണവുമായി ഒക്കെ വരുന്ന സമയത്ത് സ്വന്തം തട്ടകത്തിലെ പുരോഹിതന്മാർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടോ, ഈ രീതിയിലുള്ള വാദങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. ഇല്ലെങ്കിൽ എന്താവുന്നറിയോ, ബൂമറാങ് പോലെ തിരിച്ചടിക്കും ആരോപണങ്ങൾ. കാരണം ജിന്നുമായി നല്ല ബന്ധമുള്ളത് സമസ്താലയത്തിലെ കുബൂരികൾക്ക് തന്നെയാണ്. ഇവരുടെ ഉസ്താദിന്റെ അടുക്ക പഠിക്കാൻ വേണ്ടി ജിന്നുകൾ വരാറുണ്ട് എന്നാണ് മുസ്ലിംകളുടെ ഒക്കെ വാദം. സംശയമില്ല, ഇൽമിന്റെ സദസ്സിൽ ജിന്നുകൾ ഉണ്ടാകും. എന്നോട് നേരത്തെ ജിന്നുകളുണ്ട്, നിങ്ങളെ അതിന്റെ സദസ്സിൽ ധാരാളം ഞങ്ങൾ പങ്കെടുക്കാറുണ്ടെന്ന് പറഞ്ഞ ജിന്നുകളുണ്ട്. ഒരിക്കലും ഞാൻ റിഫായി റാത്തീബ് ചൊല്ലേണ്ടി വന്നു. റിഫായി റാത്തീബ് ചൊല്ലിച്ചു കുറ്റ്യാടി സിറാജുൽ ഹുദയിൽ നിന്ന്. വടകരക്കാരനൊരു മുത്തഅല്ലിം ഉണ്ടായിരുന്നു. ആ മുത്തഅല്ലിം ഇങ്ങനെ ദിക്ർ ചൊല്ലുന്ന സമയത്ത് പെട്ടെന്ന് വീണിങ്ങനെ ഉരുണ്ടു. അങ്ങനെ രാവിലെ ഞാൻ ഈ മുത്തഅല്ലിമിനെ വിളിപ്പിച്ചു. എന്താണടാ? എന്നോട് ഒരു ഉസ്താദേ ദിക്ർ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോ കുറെ വെള്ളത്തിലേക്കും കിട്ടും കെട്ടിയിട്ട് കുറെ ആളുകൾ വന്ന് പേരോട് ഉസ്താദ് ഇപ്പം വരും ദിക്ർ ചെല്ലടാന്ന് പറഞ്ഞു. ഞാൻ ബോധം കെട്ട് വീടുപോയി. പിന്നെ ഞാനൊന്നും അറിയില്ല എന്ന് പറഞ്ഞിട്ട് എന്നോട് വിവരിച്ചു. ഞാനത് എന്നോട് ദിക്ർ ചൊല്ലാൻ വേണ്ടി ബന്ധപ്പെട്ട് പറഞ്ഞിരുന്നവരുമായി ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോ ജിന്നുകൾ മുഖേന തന്നെ എനിക്ക് അറിവ് കിട്ടി. അന്നത്തെ ആ ദിക്റിൽ ധാരാളം മുസ്ലിം ജിന്നുകൾ, സുന്നിയായ ജിന്നുകൾ പങ്കെടുത്തിരുന്നു. ഇവരുടെ ദിക്ർ മജ്‌ലിസിൽ ഒരുപാട് സുന്നിയായ ജിന്നുകൾ പങ്കെടുത്തിരുന്നു എന്ന് പറയുന്നത് ജിന്നുമായുള്ള ബന്ധം എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലായല്ലോ. പേരോടുമായി ഒക്കെ നല്ല ബന്ധമുള്ള ആളുകളാണ് ജിന്ന്. മാത്രവുമല്ല പേരോട് മറ്റൊരു സംഭവം കൂടി പറയുന്നു. ജിന്നുകൾ പല കോലത്തിലും വരും. ആ ജിന്നിന്റെ വരവ് കണ്ട് നിങ്ങൾ പെട്ടുപോകണ്ട. ചിലപ്പോ പേരോടിന്റെ കോലത്തിൽ വരും, ചിലപ്പോ തൈക്കണ്ടി ഉസ്താദിന്റെ കോലത്തിൽ വരും. ജിന്ന് പല രൂപത്തിലും വരും. ആ ജിന്ന് വരുന്ന കോലം കണ്ടിട്ട് പണ്ഡിതന്മാരും മുത്തഅല്ലിമീങ്ങളും നമ്മളെ പെണ്ണുങ്ങളെടുത്ത് വരുന്നുണ്ട് തെറ്റിദ്ധരിച്ചു പോകേണ്ടത് ജിന്നാണ്. അത് എന്താണ്? ജിന്നാണ്. അത് ജിന്നാണ്. ഈ മുസ്ലിയാരൊക്കെ കോലത്തിൽ ഏതെങ്കിലും പെണ്ണുങ്ങളെടുക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ ജിന്നാണ്, അത് മുസ്ലിയാക്കന്മാരാണെന്ന് തെറ്റിദ്ധരിക്കണ്ട എന്നാ പറഞ്ഞു വെക്കുന്നത്. മാത്രവുമല്ല ചെക്കിയായിട്ട് ഒരു പെണ്ണിന്റെ അടുത്തേക്ക് പേരോടിന്റെ കോലത്തിലും തൈക്കണ്ടി ഉസ്താദിന്റെ കോലത്തിലും ഒക്കെ ജിന്ന് പോയിട്ടുണ്ട്. അതും പേരോട് തന്നെ പറഞ്ഞു തരും. അതൊക്കെ ഇടക്കിടക്ക് ഓർമ്മിക്കുന്നത് നല്ലതാണ്. ഇവിടെ ചെക്കിയാട് കള്ളത്തരീക്കത്തിൽ പോയി ഒരു പെണ്ണ് ഭർത്താവ്. എന്നിട്ടോ ഞാൻ അവിടെ പോയി പ്രസംഗിച്ചു. എന്താ ആ സ്ത്രീ പറഞ്ഞത്? ആ സ്ത്രീ പറഞ്ഞത് പേരോട് ഉസ്താദ് ഇടക്കിടക്ക് എന്റെ അടുത്ത് പേരല്ലുണ്ട്. പിന്നെ ആരാ വരുന്നത്? പിന്നെ തൈക്കണ്ടി ഉസ്താദ് വരുന്നത്. അവളെ ഭർത്താവ് പറഞ്ഞത് തന്നെ. അവരെന്നോട് ചോദിച്ചു. ഞാൻ പോയിട്ടില്ല. പിന്നെ ബീവിയായിട്ട് രംഗത്ത് വന്നതാ. ചിലതൊക്കെ ഓർമ്മ വരണം. അതിനുവേണ്ടിയാണ് ഇതൊക്കെ ഇട്ടത് ഇവിടെ. ഇനി ജിന്നിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ, ജിന്നിനെ വിളിച്ച് തേടുന്നവർ, ജിന്നിനെ വിളിച്ച് സഹായം തേടുന്നവർ ആരാണ്? ജിന്നുകളിൽ നിന്ന് 300 പേരായിരുന്നു. അവരിൽ നിന്ന് 4 പേരെ ആ ശംസുൽ മാരിയിൽ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് തമ്രയാദ്, സ്വൻഇഖ്, ഹദ്ലയാദ്, ഷൗഗാൽ
ഈ 4 പേര്. ഷംസുൽ മാരിഫ് എന്ന എത്ര പേരെയാ പറഞ്ഞത്? 4 പേരെ പറഞ്ഞു. ഇപ്പൊ ഇയാളുടെ ഒരു മജ്ലിസ് ഉണ്ട്, ആ മജ്ലിസിൽ അയാൾ ഇരിക്കുന്ന ഒരു മജ്ലിസ് ഉണ്ട്, ആ മജ്ലിസിൽ എത്ര പേരെ കുറിച്ചാ പറയുന്നത്? ഇവിടെ നമ്മൾ 15 പേരെയാണ്. 15 അല്ലേ എണ്ണുന്നത്? ഏതാണ് ആ 15 പേർ? അത് ഇതേ മുസ്ലിയാരിൽ നിന്ന്, ഇതേ സ്വപ്നജീവിൽ നിന്ന് നമുക്ക് അതും കൂടി ഒന്ന് കേൾക്കാം. ആരൊക്കെയാണ് അവര്? മദ്ഹബ്, ഒന്ന് മദ്ഹബ്, പിന്നെ തൊംറയാത്ത് അല്ലേ, അങ്ങനല്ലേ പറഞ്ഞാണ്? പറഞ്ഞുതരാം. അസ്തഷ്ലഹ്കൂഷ്, അസ്തഷ്ലഹ്കൂഷ്, അഹ്മർ, ഷൗഗാൽ, കഷ്കഷ് ലൈഊഷ്, ബർഖാൻ, ഹദിലയാജ്, നജ്സഹ് ലഷ്തൂഷ്, മൈമൂൻ, സ്വൻഇഖ്, ഷതൽദ തഷ്കൂഷ്, അബിയൽ, ഷംഹൂറഷ്, സൗബഅ. ഇങ്ങനെ 15 ജിന്നുകളുടെ നാമമാണ് ഇതിൽ പറയുന്നത്. കണ്ടില്ലേ സഹോദരങ്ങൾ, എത്ര ബുദ്ധിമുട്ടിയിട്ടാണ് പകര ബാപ്പൂട്ടി മുസ്ലിയാർ ഈ പേരുകളൊക്കെ പറഞ്ഞു വെച്ചത്. അവരുടെ ഈ സദസ്സിൽ വെച്ച് ജിന്നിനെ വിളിക്കാൻ വേണ്ടി പോവുകയാണ്. മാത്രവുമല്ല, വേറെയും ചില വീഡിയോകൾ നമ്മൾ കണ്ടിട്ടുണ്ടാകും, മുസ്ലിയാക്കന്മാർ ജിന്നിനെ തന്നെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് മുസ്ലിയാരോട് പറയാനുള്ളത്, ജിന്നൂരികൾ നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട കുബൂരി പുരോഹിതന്മാർ തന്നെയാണ്. അത് സെലഫികളുടെ പേരിൽ വെച്ച് കെട്ടാൻ വേണ്ടിയുള്ള ശ്രമം നടത്തരുത്. അതുകൊണ്ട് മുസ്ലിയാരോട് പറയാനുള്ളത്, ആദർശത്തെ ആദർശം കൊണ്ട് നേരിടുക. ആരോപണം പറഞ്ഞ് ആളായ്മത്രമായി വരുന്നതിന് മുമ്പ് സ്വന്തം തട്ടകത്തിലെ പുരോഹിതന്മാർ എന്തൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്, എന്തൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് എന്നൊക്കെ ഒന്ന് പരിശോധിച്ചതിന് ശേഷം മാത്രം വരിക സെലഫികളുടെ മിക്കിട്ടുകാർ. ഇവിടെ പ്രാർത്ഥന അള്ളാഹുവോട് മാത്രമേ പാടുള്ളൂ എന്നാണ് മുജാഹിദുകളുടെ വാദം. എന്നാൽ നിങ്ങളുടെ നേതാക്കന്മാർ പറഞ്ഞു വെച്ചത് എന്താണ്? പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്നത് ഇബിലീസിന്റെ പ്രമേയമാണ് എന്നാണ്. വൈദേശികങ്ങളെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്ന് തുടങ്ങി മരിച്ചുപോയ മഹാന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ ഖുർആനിലോ ഹദീസിലോ തെളിവുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഫത്താവ മുഹീസുന്നയിൽ പറഞ്ഞത് എന്താണ്? തെളിവുണ്ട് എന്നാണ്, പ്രാർത്ഥിക്കാമെന്നാണ്. അതിന് സൂറത്തുൽ മാഇദയിലെ ഇന്നമാ വലിയക്കുമുല്ലാഹു വറസൂലുഹു വല്ലദീന ആമനൂ എന്ന് തുടങ്ങുന്ന 55-ാമത്തെ ആയത്ത് പച്ചക്ക് ദുർവ്യാഖ്യാനിക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രവുമല്ല, OM തരവണ കൊട്ടപ്പുറം സംവാദത്തെക്കുറിച്ച് എഴുതി വെച്ച പുസ്തകത്തിൽ പറഞ്ഞു വെച്ചത് എന്താണ്? നിങ്ങളുടെ നേതാവായ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ മരിച്ചുപോയ മഹാന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ ഖുർആനിൽ നിരവധി തെളിവുകൾ ഓതിയിട്ടുണ്ട് എന്നാണ്. ഈ രീതിയിൽ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ തെളിവുണ്ടാക്കുകയും ആ രീതിയിൽ പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകൾ സെലഫികളുടെ മിക്കിട്ട് ആരോപണവുമായി വന്നു കഴിഞ്ഞാൽ അതൊക്കെ അഹ്ലുസുന്നയുടെ മക്കൾ കണ്ടില്ല എന്ന് നടിക്കും എന്നുള്ള ധാരണയുണ്ട് എങ്കിൽ അതൊക്കെ എട്ടായി മടക്കി തന്റെ പോക്കറ്റിൽ വെച്ചാൽ മതി എന്നാണ് കുബൂരി പുരോഹിതനോട് പറയാനുള്ളത്. നിന്റെ ഒലിപ്പീരുമായി സെലഫികളുടെ മിക്കിട്ട് കയറാൻ വരരുത്. ഇങ്ങനെയൊക്കെ വന്ന് ഒലിപ്പിച്ച് ആരോപണം പറയണമെങ്കിൽ അല്പസ്വല്പം തൊലിക്കട്ടിയൊന്നും പോരാ, വല്ലാത്ത തൊലിക്കട്ടി തന്നെ വേണം. സഹോദരങ്ങളെ, കാര്യങ്ങൾ മനസ്സിലാക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.